വിളിക്കുന്നത് അന്നമോളേന്നാ. നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവാം ഇത് എൻ്റെ കഥയാണെന്ന്. അല്ല, പക്ഷേ ഈ കഥയിൽ ഞാനുമുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട വർഷം 2018 നടന്ന ആ പ്രളയത്തിൽ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും അനുജനെയും നഷ്ടപ്പെട്ടു. ഞാൻ തനിച്ചായി. ആ മഹാപ്രളയത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് എന്നെയോ എൻ്റെ കുടുംബത്തെയോ അറിയാവുന്ന ഒരാളല്ല, മറിച്ച് ജാതി മതഭേദ വ്യത്യാസമില്ലാത്ത വെറും ഒരു സാധാരണക്കാരൻ, ഒരു വലിയ മനസ്സുള്ള സാധാരണക്കാരൻ, എൻ്റെ സ്വന്തം പിള്ളേച്ചൻ. ഈ കഥയിൽ നായകനില്ല, നായികയുമില്ല, മറിച്ച് എല്ലാവരും എൻ്റെ ഹീറോസാണ്. കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും വലിയ വലിയ ഇണക്കങ്ങളും ഇത്തിരി കുശുമ്പും ഒത്തിരി സ്നേഹവും നിറഞ്ഞ ഞങ്ങളുടെ ഈ കൂട്ടുകുടുംബത്തിലെ ഓണാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. മോനെ നന്ദു, മോനെ കുഞ്ഞുണ്ണി, എല്ലാവരും എവിടെ? നല്ല ഓണമായിട്ട് ആരെയും കാണുന്നില്ലല്ലോ. മോനെ നന്ദു. ഇത് മുൻഷി പരമേശ്വരൻ പിള്ള, ഈ വലിയ വീട്ടിലെ കുടുംബനാഥൻ, റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ, മാതൃഭാഷാ സ്നേഹി, ആദർശവാദി. സ്നേഹം കൂടുമ്പോൾ ഞാൻ വിളിക്കുന്ന പേരാട്ടോ പിള്ളേച്ചനെന്ന്. അച്ഛനെന്ന് വിളിച്ചോ? ഇത് പിള്ളേച്ചൻ്റെ മൂത്ത മകൻ നന്ദകുമാർ, എൻ്റെ വല്യച്ഛൻ. ശുദ്ധനാണ്, ഭാര്യയോട് അമിതമായ സ്നേഹം. ഭാര്യയുടെ പേര് ലക്ഷ്മി. പുതിയ പുതിയ ഭക്ഷണം ഉണ്ടാക്കുന്നതിലാണ് പ്രിയം. രാവിലെ തന്നെ ഈ തിരക്ക് പിടിച്ച് നീ എങ്ങോട്ടാ? ഓണമല്ലേ അച്ഛ, കുറച്ച് കറിക്കൂട്ടങ്ങളും പിള്ളേർക്ക് ഓണക്കോടിയും മേടിക്കാൻ പോകുക. ഈ അവസാന ദിവസമാണോ ഇതിനെല്ലാം വേണ്ടി നീ ഓടുന്നത്? നിന്റെ അമ്മ ഉണ്ടായിരുന്നപ്പോ 2 ദിവസം മുമ്പേ ഞാൻ ഇതെല്ലാം വാങ്ങി വെക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം. മോനെ, മഴക്കാറുണ്ടെന്നാ തോന്നുന്നത്. നീ വേഗം പോയിട്ട് വാ. ആണോ? അതറിയാൻ എലീസയോട് ചോദിച്ചാ പോരെ. എലീസ, വാട്ട് ഈസ് ദി വെദർ ടുഡേ? എലീസ നല്ല ചേട്ടാ, അലീഷ. മക്കളെ, അത് അലക്സാണ്ടല്ലേ? ഈ കൃഷ്ണൻകുട്ടിയുടെ ഒരു കാര്യം, അമേരിക്കയിൽ നിന്ന് ഓരോന്ന് വാങ്ങിച്ചുകൊണ്ട് വരും മനുഷ്യനെ മെനക്കെടുത്താൻ. ഞാൻ പോയിട്ട് വരാം. നന്ദേട്ടാ പോവല്ലേ, ഈ ചായ എങ്കിലും കുടിച്ചിട്ട് പോകും. വന്ന് ഇങ്ങേർക്ക് ഭക്ഷണ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല. ഈ ചായക്കൊരു പ്രത്യേകത ഉണ്ട്, തമിഴ്നാട്ടിലെ ഒരു ബ്ലോഗറിന്റെ റെസിപ്പിയാ. നീ ഇതിൽ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടല്ലേ? കണ്ടുപിടിച്ച്. ഈ ചേട്ടന്റെ ഒരു കാര്യം എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷേ നാളെ എനിക്ക് സാധാരണ ചായ മതി കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ വെറുതെ പറഞ്ഞതാ. നിന്റെ മനസ്സ് പോലെ തന്നെ കയ്പും മധുരവും ഒക്കെ പാകത്തിന്. എന്നാൽ ഞാൻ പോയിട്ട് വരാം. അച്ഛാ, അച്ഛനൊരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ? ഏതാ? വെളുത്തുള്ളി ഇട്ടതാണോ? വേണ്ട. ലക്ഷ്മിയെ, പിള്ളേരുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എവിടെ പോയി എല്ലാവരും? അവരവിടെ ഉമ്മറത്തുണ്ട് അച്ഛാ. ഇന്നത്തെ ഓണാഘോഷത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് പിള്ളേച്ചന്റെ രണ്ടാമത്തെ മകൻ ഗോപകുമാർ. സ്നേഹമുള്ളവർ കുഞ്ഞുണ്ണീന്നും വിളിക്കും.
എൻ്റെ കുഞ്ഞച്ഛൻ. ഭാര്യയുടെ പേര് ഇന്ദു. പൊങ്ങച്ചക്കാരിയാ, സൗന്ദര്യപ്രേമിയും. കുടുംബത്തിലെ ഏറ്റവും സുന്ദരി എന്ന് സ്വയം വിശ്വസിക്കുന്നു. പക്ഷെ പാവാട്ടോ. ഇതാ വരുന്നു. ഗോപേട്ട, ഇത് ഏത് സാരിയാണ് ഞാൻ ഉടുക്കേണ്ടത്? ഈ സ്വർണ്ണക്കരയുള്ളതോ അതോ ഈ ചുവന്ന കരയുള്ളതോ? എന്തു നീ ഏതെടുത്താലും സുന്ദരിയല്ലേ, തങ്കക്കുടത്തിന് എന്തിനാടി പൊട്ട്? ഗോപേട്ട, ഇന്ന് കരയിൽ കൊണ്ടുവരുമ്പോൾ എനിക്ക് മുല്ലപ്പൂ മേടിച്ചിട്ട് വരാൻ മറക്കരുത്. 20 മുഴയെങ്കിലും വേണം. 20 മുഴമോ? ആ നോക്കാം, ഞാനെന്നാ പോയിട്ട് വരാം. ഇതൊക്കെ ഇട്ടിട്ട് വേണം ഇന്ന് തിരുവാതിരക്കൊന്ന് ചെത്താൻ. ഓ, ഇന്ന് ഞാൻ പൊളിക്കും. ഹലോ, ആ മോനെ കൃഷ്ണൻകുട്ടി, നീ ലാൻഡ് ചെയ്തോ? നീ എവിടെ എത്തി? ലാൻഡ് ചെയ്തിട്ട് 2 മണിക്കൂറായി അച്ഛാ. നേരത്തെ വിളിച്ചപ്പം കോൾ പോകുന്നില്ലായിരുന്നു. ഞാനിപ്പം എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. എന്നാ ശരി. റസിയായും കുഞ്ഞും കൂടെ ഇല്ലേ? ഉണ്ട് അച്ഛാ, എല്ലാവരും കൂടെ ഉണ്ട്. മക്കളെ, നിങ്ങൾ എവിടെയാ? ഉണ്ണി, പാർക്കുട്ടി, ആരെയും കാണുന്നില്ലല്ലോ. മക്കളെ, തിരുവോണ ദിവസമായിന്ന്. ഓണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല മുത്തശ്ശ, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? എങ്കിൽ വാ, ഇവിടെ വന്നിരിക്കേ. പണ്ട് മഹാബലി എന്നൊരു രാജാവ് ഈ നാട് ഭരിച്ചിരുന്നു. അക്കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു. കള്ളവും ചതിയുമില്ലാത്ത, ജാതിഭേദമോ മതവിദ്വേഷമോ ഇല്ലാത്ത ഒരു കാലം. അങ്ങനെ മഹാബലി ചക്രവർത്തിയായി തീർന്നു. അപ്പോൾ ദേവലോകത്തെ കൂടി തന്റെ ഭരണത്തിന് കീഴിലാക്കണമെന്ന ഒരു മോഹം മഹാബലിക്കുണ്ടായി. ദേവലോകമാകെ ഇളകി, എവിടെയും പരിഭ്രാന്തി. അവർ ദേവലോക അധിപതിയായ മഹാവിഷ്ണുവിനെ സമീപിച്ച് മഹാബലിയെ നിലയ്ക്ക് നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു. മഹാവിഷ്ണു ഉടനെ ഒരു കുള്ളനായ മനുഷ്യന്റെ രൂപമെടുത്ത് വാമനൻ എന്ന പേരിൽ മഹാബലിയെ സമീപിച്ചു 3 അടി മണ്ണ് ഭിക്ഷ യാചിച്ചു. തന്റെ രാജ്യത്തിൽ ഇഷ്ടമുള്ളിടത്തു നിന്ന് അളന്നെടുത്തുകൊള്ളുവാൻ അനുവാദം നൽകി. പെട്ടെന്ന് വാമനൻ ആകാശം മുട്ട വളർന്നു. 2 ചുവടുകൊണ്ട് അദ്ദേഹം ആകാശവും ഭൂമിയും അളന്നെടുത്തു. 3ാമത്തെ ചൂടിനായി മഹാബലി തന്റെ തല കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തുന്നതിന് മുമ്പ് മഹാവിഷ്ണു മഹാബലിക്ക് ഒരു വരം കൊടുത്തു. എല്ലാ വർഷവും തിരുവോണ നാളിൽ തന്റെ പ്രജകളെ വന്ന് കാണുവാനും ക്ഷേമം അന്വേഷിക്കുവാനുമുള്ള വരം. മുത്തശ്ശ, ഞങ്ങൾ ഇന്ന് മാവേലി കാണാൻ വരുമോ? പിന്നെ തീർച്ചയായും വരും. മതി കഥയൊക്കെ കേട്ടിരുന്നത്. ഇനി എല്ലാവരും പോയി കുളിച്ച് റെഡിയായിട്ട് വാ.
അന്നമോൾ എത്താറായില്ലേ ലക്ഷ്മിയെ? അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്നാ പറഞ്ഞത് അച്ഛാ. മക്കളെ, ഇത് മൂന്നാമത്തെ മകൻ കൃഷ്ണകുമാർ. ഇന്റർകാസ്റ്റ് മാരേജാ. അമേരിക്കയിൽ MBA പഠിക്കാനെന്നും പറഞ്ഞു പോയതാ. അവിടെ ചെന്ന് ഒരു മൊഞ്ചുള്ളൊരു ഉമ്മച്ചിക്കുട്ടിയെ അടിച്ചു മാറ്റി ഹ്യൂസ്റ്റണിൽ സന്തോഷമായി ജീവിക്കുന്നു. ഇതാര്? നിങ്ങളുടെ ചെറിയച്ഛൻ വന്നല്ലോ. കൃഷ്ണൻകുട്ടി, നീ വന്നു അല്ലേ? മോളെ റസിയ സുഖമല്ലേ? സുഖമാണ് അച്ഛാ. അച്ഛനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ ക്രിഷ് എന്ന് വിളിക്കണമെന്ന്. അമേരിക്കയിൽ ആരും ചട്ടീനും കുട്ടീനും ഒന്നും വിളിക്കില്ല. അതൊക്കെ നിന്റെ അമേരിക്കയിൽ. നീ ഇന്ന് ഞങ്ങളുടെ കൃഷ്ണൻകുട്ടി തന്നെ. ഓരോരോ പരിഷ്കാരങ്ങളല്ലേ ലക്ഷ്മി? മോനെ, നീ എങ്ങനെ തിരിഞ്ഞു പോയല്ലോടാ? അമേരിക്കയിൽ ഭക്ഷണമൊന്നും ഇല്ലേ? എന്റെ പൊന്നച്ഛ, $1000 മാസം കൊടുത്ത് ഒരു പേഴ്സണൽ ട്രെയിനറിനെ വെച്ച് 6 പാക്ക് ആക്കി എടുത്തതാണ്. ചേട്ടന് ഭയങ്കര മസിലാ ലക്ഷ്മി എടുത്തി, കണ്ടില്ലേ? അത് കൊള്ളാമല്ലോടാ. അങ്ങോട്ട് കാശ് കൊടുത്ത് പട്ടിണി കിടക്കുകയെ. ആഹാ, ഇത് ആരൊക്കെയാ? നിങ്ങൾ എപ്പോഴാ എത്തിയത്? മോളെ റസിയ, സുഖമല്ലേ? സുഖമായിരിക്കുന്നു. മക്കളെ, ഇന്നാ ഓണക്കോടി. എല്ലാവരും പോയി ഇതൊക്കെ ഒന്ന് ഇട്ടോണ്ട് വാ. ഈ വെളിച്ചെന്ന് കാണട്ടെ. നീങ്ങ വന്നേ, വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. ഇന്ദുവേട്ടത്തി എന്തിയെ കണ്ടില്ലല്ലോ? ഇന്ദു അടുക്കളയിലുണ്ട്. റഷ്യയുടെ കൂട്ടുകറി കഴിക്കാൻ എല്ലാവരും നോക്കിക്കുക. പോയി വേഷമൊക്കെ മാറി അടുക്കളയിലോട്ട് വാ. ശരി ഏട്ടത്തി. ഇന്ദു, ഗോപേട്ടൻ വന്നോ? പോയ കാര്യം എന്തായി? സാധനം കിട്ടിയോ? കടയല്ല അടിച്ചു പൊറുക്കി. ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. അയ്യോ, ഇതിന് നീളം തീരെയില്ല. 20 മുഴ എങ്കിൽ മേടിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. മിണ്ടി പോകല്ലേ. നീ ആരാ? നീലമൃഗീയതയുടെ മോഡലോ? നിന്റെ ഈ എലിവാലിന് ഇത് തന്നെ കൂടുതലാണ്. ഇതെന്താ നിന്റെ മുഖത്തൊരു പാട്? കഷ്ടപ്പാട് അല്ലാതെന്താ? എന്റെ പൊന്നെന്തു, നീ പിണങ്ങല്ലേ. 1 2 മുഴം കൂടി ഒപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ. അന്നമോൾ ഇതേവരെ എത്തിയില്ലേ? അവള് കവല എടുക്കാറായെന്നാ പറഞ്ഞത്. കൂടെ 5-6 കൂട്ടുകാരുണ്ടത്ര. ആണോ? എങ്കിൽ ഓണസദ്യ ഗംഭീരമാക്കണം. എന്തോ പിള്ളേച്ചന്റെ അന്നമോള് വന്നു അല്ലേ? വാ വാ. എന്റെ മോളെ, എത്ര നാളായി കണ്ടിട്ട്. എന്റെ മോക്ക് സുഖമല്ലേ? സുഖമാണ് പിള്ളേച്ച. മോളെ, അന്നമോളെ, എത്ര നാളായി കണ്ടിട്ട്? 1 മാസം മുമ്പല്ലേ കോളേജിൽ അവധി കിട്ടിയപ്പോ ഞാൻ വന്നത്. അത് മറന്നോ? ഈ പെണ്ണ്. വാ മക്കളെ, കേറി വാ. ഞങ്ങളുടെ നാടും വീടും ഒക്കെ ഇഷ്ടമായോ? ഇഷ്ടമായ ആന്റി. എന്ത് പ്രകൃതി രമണീയമാണ് ഈ നാട്. സിറ്റിയിലെ തിരക്കിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ കൊതിയാവുകയാണ്. ആണോ? നല്ല കാര്യം. എങ്കിൽ മക്കളെല്ലാവരും പോയി കുളിച്ചിട്ട് വാ. ഇന്നിനി കുളിക്കണോ? എനിക്ക് മടിയാ. ഇങ്ങനെ ഒരു മടിച്ചി. ഇന്നെങ്കിലും ഒന്ന് കുളിക്കടി. ശരി, എങ്കിൽ നിങ്ങളെല്ലാരും വാ, മുറി കാണിച്ചു തരാം. ലക്ഷ്മിയെത്തി, എങ്ങനെയുണ്ട്? ഹണി റോസ് തോറ്റു പോകില്ലേ? ഇതെന്താ നിന്റെ ബ്ലൗസ് ഇങ്ങനെ? ഇതിനെന്താ കുഴപ്പം? ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം. 2019 ഇത്രയായിരുന്നു, 2021 ഇത്രയായി, 2023 ഇത്രയായി, 2025 നീ ബ്ലൗസ് ഇടുമോ എന്തുവേ? അല്ലേ വല്ലോനും നോക്കും. സുന്ദരി
ഉണ്ടായിരുന്നു. സെറ്റ് കൊണ്ടല്ലേ ഈ ഉടുത്തിരിക്കുന്നത്? ഓ, അമേരിക്കക്കാരിക്ക് കണ്ണാടിയില്ലാതെ കണ്ണ് കാണത്തില്ലല്ലോ അല്ലേ? ഹായ്, ഏട്ടത്തിയുടെ മുടിക്ക് എന്ത് നീളമാ? ഇത് എക്സ്റ്റൻഷൻസ് ആണോ? ഏയ്, ഇതെന്റെ സ്വന്തം മുടിയാ. എല്ലാ അമ്മമാരും ഇങ്ങോട്ടൊന്ന് നോക്കിയേ. എങ്ങനുണ്ട് ഈ അന്നമോളെ കാണാൻ? ഹായ്, സാരി കൊടുത്തപ്പോ നീയാണ് സുന്ദരിയായി പോയല്ലോടി. ഞാൻ പണ്ടേ സുന്ദരിയല്ലേ കുഞ്ഞമ്മേ? എല്ലാം നല്ലതാ, പക്ഷെ ഈ പെണ്ണിന് സാരി ഉടുക്കാൻ മാത്രം അറിയില്ല. ഇങ്ങ് അടുത്തോട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. നമ്മൾ പെണ്ണുങ്ങളെ നമ്മൾ തന്നെ സൂക്ഷിക്കണം. വെള്ളിമൂങ്ങയെ പോലെ. എങ്ങനെ എങ്ങനെ എങ്ങനെ? വെള്ളിമൂങ്ങയെ പോലെ. ആഹാ, നിങ്ങളെല്ലാരും ഇവിടെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഉമ്മറത്തോട്ട് വാ. അവിടെ പൂക്കളം ഇടാനും ഓണക്കളി തുടങ്ങാനും പിള്ളേർ ധൃതി കൂടുന്നു. ഞങ്ങളോടൊപ്പം ഇന്ന് ഓണം ആഘോഷിച്ച നിങ്ങൾക്കെല്ലാവർക്കും മേലെ വീട്ടിലെ ഓണാശംസകൾ. ജാതി മതഭേദമന്യേ നാം എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ അടുത്തുണ്ടായ ഉരുൾപൊട്ടലിൽ നമ്മെ ഓർമ്മപ്പെടുത്തി. നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ഒരു നിമിഷം ഓർക്കാം.